ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിനെതിരെ കോടതിയെ സമീപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. CJPയെ പിന്തുണച്ച് NDA ഘടകകക്ഷി TDP രംഗത്തെത്തി. യുവാക്കളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായ നയപരമായ മാറ്റങ്ങളും ഭേദഗതികളും സർക്കാർ കൊണ്ടുവരണമെന്ന് TDP നേതാവ് പല്ലാ ശ്രീനിവാസറാവുവും പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് CJP നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകർക്കും അതിന്റെ പിന്നിലുള്ളവർക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നൊരു ഹർജി, അതും ചീഫ് ജസ്റ്റിസിന്റെ തന്നെ ബെഞ്ചിലേക്ക് ചെന്നത്. അത് വൈകാരികമായി അത്ര പെട്ടെന്ന് പരിഗണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, വൈകാരികമായി പ്രതികരിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ ഹർജിയിൽ എന്തൊക്കെയാണ് CJP സ്ഥാപകൻ ചൂണ്ടിക്കാട്ടുന്നത്? ഒപ്പം BJP പറയുന്നത് ദേശവിരുദ്ധരാണ്, ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ടെന്നും ആരോപിക്കുന്ന CJPയാണ് പ്രശംസിക്കുന്നത് ഘടകകക്ഷിയിലെ ഒരു പാർട്ടി. വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. ഈ CJPക്ക് എതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ആ ഹർജി പരിഗണിക്കവേ വൈകാരികമായി പ്രതികരിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുകയും പിന്നീട് പരിഗണിക്കാനായി ഹർജി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CJPയുടെ എക്സ് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് CJP ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ എക്സ് അക്കൗണ്ട് ആരംഭിച്ച 5 ദിവസത്തിനകം മരവിപ്പിച്ചിരിക്കുന്നു എന്നും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ രാജ്യവിരുദ്ധമായ യാതൊരു പരാമർശങ്ങളും അല്ലെങ്കിൽ സർക്കാരിനെ അധിക്ഷേപിക്കുന്നതോ മറ്റോ ആയ ഉള്ളടക്കങ്ങളോ ആ എക്സ് അക്കൗണ്ടിൽ ഇല്ല എന്നുമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ ഹർജി സംബന്ധിച്ച് ഒരു നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ CJP പിന്തുണച്ചുകൊണ്ട് NDAയുടെ സഖ്യകക്ഷിയായ TDP രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചതടക്കമുള്ള നടപടികളിൽ TDPക്ക് അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ TDPയുടെ സംസ്ഥാന അധ്യക്ഷൻ പല്ലാ ശ്രീനിവാസ റാവുവാണ് യുവാക്കളുടെ കണ്ണിലൂടെ വേണം ഈ പ്രശ്നത്തെ കാണാൻ എന്നുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. യുവാക്കളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ നയപരമായ ഭേദഗതികളും സർക്കാർ കൊണ്ടുവരണമെന്നും വഞ്ചിക്കപ്പെട്ടു എന്ന് യുവാക്കൾക്ക് തോന്നാത്ത രീതിയിലുള്ളതായിരിക്കണം ഭരണം എന്നുമാണ് TDP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും NDA സഖ്യകക്ഷിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ യുവാക്കളോട് അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയോട് അനുഭാവപൂർവമായ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഇത് നയങ്ങളെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണ, ഏതായാലും ഇത്തരം മൂവ്മെന്റുകൾ അതിന്റെ ഭാവി എത്രത്തോളം എന്നുള്ളതല്ല, എത്ര കാലം ഉണ്ടാകും, എങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുമോ ഇവരെന്നൊന്നും പ്രതീക്ഷിക്കാനാവില്ല. എങ്കിൽ പോലും അവഗണിക്കരുത്, അപഹസിക്കരുത് എന്നൊരു സന്ദേശം കൂടിയാണ് TDP കൂടി, NDA സഖ്യകക്ഷിയായ TDP കൂടി അവരെ പറ്റി പ്രശംസിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.